അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ. റോഡപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഡ്രൈവർമാർക്ക് 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവ് ഏർപ്പെടുത്തും. ഒന്നിലധികം തവണ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ലേണേഴ്സ് മുതൽ ലൈസൻസ് ലഭിക്കാൻ മുഴുവൻ പ്രക്രിയയും നടത്തേണ്ടിവരും. സംസ്ഥാനത്തെ റോഡപകടങ്ങളിൽ 70% ലൈസൻസ് ലഭിച്ചതിന്റെ ആദ്യ 3 വർഷങ്ങളിലാണ് സംഭവിക്കുന്നതെന്നും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നടപടി. ഒന്നിലധികം തവണ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ പിഴ ചുമത്തുന്നതിനു പുറമെ നെഗറ്റീവ് പോയിന്റുകളും ലഭിക്കും. പുതിയ ലൈസൻസ് ഉടമകളെ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലൂടെ വിലയിരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. സിഗ്നൽ മറികടക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുകയോ പോലുള്ള ഗതാഗത കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ പുതിയ ലൈസൻസ് ഉടമയ്ക്ക് 2 നെഗറ്റീവ് പോയിന്റുകൾ നൽകും. 6 തവണ നെഗറ്റീവ് പോയിന്റ് ലഭിച്ചാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. തുടർന്ന് ലേണേഴ്സ് ലൈസൻസിൽ തുടങ്ങി മുഴുവൻ പ്രക്രിയയും അവർ വീണ്ടും നടത്തേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവമനുസരിച്ച് നൽകുന്ന നെഗറ്റീവ് പോയിന്റുകൾ വർദ്ധിക്കും. പുതിയ ലൈസൻസ് ഉള്ളവർ പ്രൊബേഷൻ കാലയളവിന്റെ 1-2 വർഷങ്ങളിൽ അവരുടെ വാഹനങ്ങൾക്ക് പ്രൊബേഷൻ 1-ാം വർഷമെന്നും പ്രൊബേഷൻ 2-ാം വർഷമെന്നും കാലയളവ് ഏർപ്പെടുത്തും. അപകടങ്ങളോ ഗതാഗത നിയമലംഘനങ്ങളോ ഇല്ലാതെ 1 വർഷം പൂർത്തിയാക്കിയാൽ പുതിയ ലൈസൻസ് ലഭിച്ചവർക്ക് 6 പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും. 12 പോയിന്റുകൾ കൂടി നേടിയാൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ പുതിയ നിയമം അവതരിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.